ദൈവവിളിയുടെ പവിത്രതയെ സേവന സന്നദ്ധത കൊണ്ട് അർത്ഥപൂർണമാക്കുന്നവനാണ് പുരോഹിതൻ. ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള മധ്യസ്ഥനായി നിന്നുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹവും നീതിയും കരുണയും ഈ ഭൂമിയിൽ പകർന്നു നൽകുവാൻ നിയോഗിക്കപ്പെട്ട സ്വർഗത്തിന്റെ പ്രതിനിധി. ഒരു ഇടവകയെ സംബന്ധിച്ചിടത്തോളം ദൈവം നൽകുന്ന ഏറ്റവും വലിയ ദാനമാണ് ഒരു നല്ല ഇടയൻ. അരുവിത്തുറ ഇടവകയുടെ വിശ്വാസ വഴികളിൽ ദൈവം നൽകിയ അത്തരം ഒരു വലിയ അനുഗ്രഹമായിരുന്നു ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ വെട്ടുകല്ലേലച്ചൻ. എപ്പോഴും സുസ്മേരവദനായി തനിക്ക് ലഭിച്ച ഉത്തരവാദിത്വങ്ങൾ 100% ആത്മാർത്ഥതയോടെ നിർവഹിച്ച അച്ഛൻ പ്രാർത്ഥനയെയും പ്രവർത്തനത്തെയും തന്റെ ജീവിതചര്യയുടെ അവിഭാജ്യ ഘടകമാക്കി മാറ്റി. തന്നെ മറന്ന് ഇടവക ജനത്തിന്റെ ഉന്നമനത്തിനായി സ്വയം സമർപ്പിച്ചു. ഇടവകയെ ആത്മീയമായും ഭൗതികമായും പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുവാൻ അച്ഛൻ നടത്തിയ ഓരോ പരിശ്രമവും അക്ഷീണമായ ഒരു വലിയ പ്രയത്നത്തിന്റെ ഫലമായിരുന്നു. അച്ഛന്റെ ഈ കർമ്മനിരതമായ ശുശ്രൂഷാ ജീവിതത്തിന്റെ ചാലക ശക്തി വിശുദ്ധ കുർബാനയും തിരുവചനവുമായിരുന്നു. വിശുദ്ധ കുർബാനയോടുള്ള അഗാധമായ ഭക്തിയും ആദരവും അച്ഛൻ അർപ്പിക്കുന്ന ഓരോ വിശുദ്ധ ബലിയിലും നിറഞ്ഞു നിന്നിരുന്നു. വചനത്തെ ജീവിതത്തോട് ചേർത്ത് നിർത്തുന്നതിനും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതിനും അച്ഛൻ പ്രത്യേക താല്പര്യം പ്രദർശിപ്പിച്ചു. വിശുദ്ധ ഗ്രന്ഥം കേവലം വായിച്ചു തീർക്കേണ്ട അക്ഷരക്കൂട്ടങ്ങളല്ല, മറിച്ച് ജീവിതത്തെ പ്രകാശിപ്പിക്കേണ്ട വഴിവിളക്കാണെന്ന് നിരന്തരം നമ്മെ ഓർമ്മിപ്പിച്ചു. ഇടവകയിലെ ഓരോ അംഗവും വചനം വായിച്ച് മനസ്സിലാക്കണമെന്നും അതിലെ സത്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തി ജീവിക്കണമെന്നും അച്ഛൻ ആഗ്രഹിച്ചു. ആത്മീയമായ ആ വെളിച്ചം വരും തലമുറകളിലേക്ക് പകർന്നു നൽകുവാൻ അദ്ദേഹം നൽകിയ വചന പ്രഘോഷണങ്ങൾ നമ്മുടെ ഇടവകയുടെ വിശ്വാസ ബോധ്യങ്ങളെ ആഴപ്പെടുത്തുന്നതായിരുന്നു. ഇടവക വികാരി എന്ന നിലയിലുള്ള തിരക്കുകൾക്കിടയിലും കുഞ്ഞുങ്ങളുടെ വിശ്വാസ പരിശീലന കാര്യത്തിൽ അച്ഛൻ പുലർത്തിയ ജാഗ്രത പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. വരും തലമുറ ക്രിസ്തുവിൽ വേരൂന്നിയവരായി വളരണമെന്ന വലിയ നിശ്ചയദാർഢ്യം അച്ഛനുണ്ടായിരുന്നു. പ്രാർത്ഥനകൾ ഉച്ചത്തിലും വ്യക്തമായും ചൊല്ലി ദൈവത്തെ സ്തുതിക്കണമെന്നും വിശുദ്ധ കുർബാനയുടെ ആത്മീയ ഗൗരവം ഉൾക്കൊണ്ട് അതിൽ പങ്കുചേരണമെന്നും കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ അച്ഛൻ എന്നും ഓർമ്മിപ്പിച്ചു. കൃത്യമായ പദ്ധതികളും അവ നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിയുമായിരുന്നു അച്ഛന്റെ നേതൃത്വത്തിന്റെ വലിയ സവിശേഷതകളിലൊന്ന്. ഒരു ലക്ഷ്യം നിശ്ചയിച്ചാൽ അത് തികഞ്ഞ അച്ചടക്കത്തോടും കൃത്യതയോടും കൂടി പൂർത്തിയാക്കാൻ അച്ഛന് പ്രത്യേക പാടവമുണ്ടായിരുന്നു. ഇടവകയുടെ ഓരോ പ്രവർത്തനവും സുതാര്യവും ചിട്ടയുള്ളതുമാക്കി മാറ്റാൻ അച്ഛന്റെ ഈ സംഘടനാ മികവ് സഹായിച്ചു. പ്രതിസന്ധികളിൽ തളരാതെ വ്യക്തമായ കാഴ്ചപ്പാടോടെ ഇടവകയെ നയിച്ച ഒരു മികച്ച കാര്യദർശിയായിരുന്നു അദ്ദേഹം. ദൈവാശ്രയബോധവും ഇച്ഛാശക്തിയും കൈമുതലാക്കി തന്റെ ശുശ്രൂഷയെ ഒരു വലിയ ജീവിത വ്രതമായി മാറ്റാൻ അച്ഛന് സാധിച്ചു. അച്ഛന്റെ ഭാവിയിലേക്കുള്ള യാത്രയിൽ ദൈവവചനം പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമായി മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വരാനിരിക്കുന്ന എല്ലാ ശുശ്രൂഷാ മേഖലകളിലും ദൈവം സമൃദ്ധമായ കൃപ ചൊരിയട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്യുന്നു. വിളിച്ചവൻ വിശ്വസ്തനാണ് എന്ന ചങ്കുറപ്പോടെ ക്രിസ്തുവിന്റെ സ്നേഹവും നീതിയും ഇനിയും അനേകരിലേക്ക് എത്തിക്കാൻ അച്ഛന് സാധിക്കട്ടെ. അരുവിത്തുറ ഇടവകയുടെ എല്ലാ സ്നേഹവും നന്ദിയും ആദരവും അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ആത്മീയ പിതാവ് ആദരണീയനായ ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ വെട്ടുകല്ലേലച്ചന് ഹൃദയം നിറഞ്ഞ യാത്രാമംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു.